വിപണി വിലയിരുത്തലുമായി ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസിലെ സീനിയർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റും ജനറൽ മാനേജറുമായ കെ ദിലീപ് ചേരുകയാണ്. ശ്രീ ദിലീപ്, സ്വാഗതം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക്. ഇന്നത്തെ വിപണിയുടെ സാധ്യതകൾ ഏത് രീതിയിലാണ്? ഇന്ന് നേട്ടത്തിൽ വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളായി വിപണിയിൽ ഒരു നിക്ഷേപ താല്പര്യം പ്രകടമായിരുന്നു. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിൽപ്പനയുടെ തോത് ഇപ്പോഴും കുറഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയും ആഭ്യന്തര നിക്ഷേപകരും ചെറുകിട നിക്ഷേപ സ്ഥാപനങ്ങളും വളരെ അനുകൂലമായി വിപണിയിൽ ഇടപെടുന്നതാണ് ഇപ്പോഴത്തെ ഈ ഒരു നേട്ടത്തിന് പ്രധാനപ്പെട്ട കാരണം. 23,000 എന്ന നിലവാരത്തിന് മുകളിലാണ് മുൻനിര ഓഹരി സൂചിയായ നിഫ്റ്റിയിൽ വ്യാപാരം നടക്കുന്നത്. ഈ ഒരു നിലവാരത്തിൽ തുടരുകയും മുന്നോട്ട് നീങ്ങാനുള്ള ഒരു സാധ്യത അടുത്ത ബജറ്റോടുകൂടെ, പ്രത്യേകിച്ച് നാളെ ബജറ്റാണ്, ഈ പുതിയ സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അനുകൂലമാവുകയാണ്. പ്രത്യേകിച്ചും ഓഹരി വിപണികൾക്ക് അനുകൂലമായ രീതിയിലുള്ള ഒരു ബജറ്റ് ആണെങ്കിൽ മാത്രമേ ഇനി വിപണിയിൽ ഒരു മുന്നോട്ടുള്ള നീക്കം പ്രകടമാവുള്ളൂ. ഇനി വിപണിയിലെ പ്രതീക്ഷ അത് മാത്രമാണ്. ബജറ്റിൽ ഏതെങ്കിലും തരത്തിൽ ഒരു വിപണിക്ക് പ്രതികൂലമായ രീതിയിലാണെങ്കിൽ തീർച്ചയായും ഹ്രസ്വകാലത്തേക്ക് വിപണിയിൽ വിൽപ്പന സമ്മർദ്ദം തുറന്നേക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി വിപണി മുന്നോട്ട് നീങ്ങണമെങ്കിൽ ബജറ്റ് തന്നെയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിപണി സ്വാധീനിച്ചേക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം അടുത്ത ബജറ്റ് തന്നെയായിരിക്കും. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഇപ്പോഴും വിപണിയിൽ വിൽപ്പന തുടരുകയാണ്. ഈ ഒരു മാസം നോക്കുകയാണെങ്കിൽ ഇതുവരെ ഏതാണ്ട് 80,000 കോടിയോളം രൂപയുടെ വിൽപ്പന വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ നടത്തി കഴിഞ്ഞു. ഇപ്പോഴും വിൽപ്പന തുടരുക തന്നെയാണ്. അടുത്ത കാലത്തുണ്ടാകുന്ന ഏറ്റവും വലിയൊരു വിൽപ്പന തന്നെയാണ് ഇപ്പോൾ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത്. വരും ദിവസങ്ങളിലും വിൽപ്പന തുടരുകയാണെങ്കിൽ അതും വിപണിയെ സമ്മർദ്ദത്തിലാക്കിയേക്കാം. എന്തായാലും ഇനി വിപണിയുടെ പ്രതീക്ഷ ബജറ്റിൽ മാത്രമാണ്. ആഗോള വിപണികളെല്ലാം ഇന്നലെ മികച്ച മുന്നേറ്റം, പ്രത്യേകിച്ച് US വിപണികൾ നേട്ടത്തിലായിരുന്നു. ഇന്നിപ്പോൾ ഏഷ്യൻ വിപണികൾ പലതിലും നേട്ടത്തിന്റെ വ്യാപാരം പുരോഗമിക്കുന്ന, ഇവിടെയും നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുന്നത്.